നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ്റണി തോമസ്, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇരിക്കുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥി, പുരുഷന്മാർക്കുള്ള ഒരു ശുക്ലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇത് വലുതാവുമ്പോൾ ഉണ്ടാകുന്ന ചില സിംറ്റംസിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ പലരും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് പ്രായം കൂടുന്തോറും, അതായത് ഒരു 45 അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, മൂത്രത്തിൻ്റെ സ്പീഡ് പഴയതുപോലെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ യൂറിൻ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുക, മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു വെക്കാൻ പറ്റായ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകണം, അല്ലെങ്കിൽ 2 തുള്ളി പോവുക അതിനിടയ്ക്ക്, അല്ലെങ്കിൽ രാത്രി ഒരു പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഉറക്കത്തിൽ നിന്ന് എനിക്ക് മൂത്രം ഒഴിക്കാൻ ഇടവരിക. ഇങ്ങനത്തെ സിംറ്റംസ് ആണ് സാധാരണ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം വരുന്ന സിംറ്റംസ്. ഇനി ഇതിനെന്ത് ചെയ്യണം എന്നാണ് ഉടനെ നിങ്ങൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, PSA എന്ന് പറയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, പ്രോസ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബ്ലഡിൽ. പിന്നെ യൂറിൻ അനാലിസിസ്, യൂറിനിലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, വേറെ രക്തത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട്. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ, അത് ഈ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് അറിയാനും, പിന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് എത്ര മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനും ചെയ്യും. ഇത്രയും ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി റിലാക്സ് ആവാനുള്ള ചില മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ആദ്യത്തെ ഒരു 15 ദിവസം അല്ലെങ്കിൽ 1 മാസം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കാനായിട്ട് ഒരു യൂറോഫ്ലോമെട്രി, അതായത് സ്പീഡിൻ്റെ ടെസ്റ്റും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി നമ്മൾ മരുന്ന് ഒരു 3 മാസം കഴിച്ചിട്ടും നിങ്ങളുടെ സിംറ്റംസ് ഇമ്പ്രൂവ് ആവുന്നില്ല, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ മോഡേൺ ആയിട്ട് സർജിക്കൽ ഓപ്ഷൻസ്, ഈ TURP എന്ന് പറയുന്ന സർജറി, ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ, നമ്മൾ കറണ്ട് പാസ് ചെയ്ത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ കട്ട് ചെയ്ത് മാറ്റാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹോലെപ്പ് എന്ന് പറഞ്ഞ സർജറി, ലേസർ ഇന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്, പിന്നെ യൂറോ ലിഫ്റ്റ്, ഇങ്ങനത്തെ പുതിയ പ്രൊസീജിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിംറ്റംസ് ഇമ്പ്രൂവ് ആവാനായിട്ട് മരുന്നിൽ മാറുന്നില്ലെങ്കിൽ പിന്നെയാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കുക.